പാകിസ്ഥാനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയിട്ടുള്ള അതിശക്തമായ മുന്നറിയിപ്പിന്റെ വാർത്തകളുമായാണ് ഇന്ന് നമ്മൾ വൈകുന്നേരത്തിന്റെ ഫോക്കസ് വാർത്തകൾ ആരംഭിക്കുന്നത്. സർക്രീക്കിൽ പാക് സേനയുടെ ചില സേനാ വിന്യാസങ്ങൾ കാണുന്നു. അതിനെതിരെയാണ് ഇന്ത്യയുടെ ശക്തമായ മറുപടി വരുന്നത്. പാക് സൈന്യം അവിടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നത് പറഞ്ഞുകൊണ്ടാണ് പ്രതിരോധ മന്ത്രി പാകിസ്ഥാനി ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ അവിടെ നീക്കം ശക്തമാക്കുകയാണെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് നൽകുന്നത്. പാകിസ്ഥാനോട് രാജ്നാഥ് സിംഗ് പറയുന്ന വാക്കുകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള സാഹസത്തിന് പാകിസ്ഥാൻ മുതിരുകയാണെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നതാണ് ഒന്നാമത്തെ മുന്നറിയിപ്പ്. 78 വർഷങ്ങളായി, സ്വാതന്ത്ര്യത്തിന് ശേഷം 78 വർഷങ്ങളായി, അതിനിപ്പുറവും പാകിസ്ഥാൻ ആ മേഖലയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണ്. ഉഭയകക്ഷി സംവാദത്തിലൂടെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയതാണ്. പക്ഷേ അതിനൊന്നും പാകിസ്ഥാൻ വഴങ്ങിയിട്ടില്ല എന്നൊരു സാഹചര്യം ചൂണ്ടിക്കാട്ടുന്നു. പാക് സൈന്യം അവരുടെ സ്വാധീന മേഖലയിൽ വർദ്ധിപ്പിക്കുകയാണ് എന്നത് മനസ്സിലാക്കുന്നു. സർക്രീക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാഹസത്തിന് മുതിർന്നാൽ പാകിസ്ഥാന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് നൽകുന്നത്. അത് പാകിസ്ഥാനുള്ള വലിയ മുന്നറിയിപ്പായി വേണം നമ്മൾ കാണാൻ. പാകിസ്ഥാന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റുന്ന തരത്തിലുള്ള തിരിച്ചടി ഇന്ത്യ ഉറപ്പാക്കും എന്ന മുന്നറിയിപ്പാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് നൽകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. आजादी के 78 साल बीत जाने के बावजूद सरक्रीक इलाके में सीमा को लेकर एक विवाद खड़ा किया जाता है। भारत ने कई बार बातचीत के रास्ते इसका समाधान करने का प्रयास किया है, मगर पाकिस्तान की नीयत में खोट है, उसकी नीयत साफ नहीं है। जिस तरह से हाल में पाकिस्तान की फौज ने सरक्रीक के सटे इलाकों में अपना मिलिट्री इंफ्रास्ट्रक्चर बढ़ाया है, वह उसकी नीयत बताता है। साथियों, भारत की सीमाओं की रक्षा भारतीय सेनाएं और बॉर्डर सिक्योरिटी फोर्स मिलकर मुस्तैदी से कर रही हैं। अगर सरक्रीक इलाके में पाकिस्तान की ओर से कोई भी हिमाकत की गई तो उसे ऐसा करारा जवाब मिलेगा कि इतिहास और भूगोल दोनों बदल जाएंगे मेरे साथियों। और 1965 की जंग में भारत की सेना ने लाहौर तक पहुंचने का सामर्थ्य भी दिखाया। आज 2025 में पाकिस्तान को याद रखना चाहिए कि कराची का एक रास्ता क्रीक से ही होकर गुजरता है. ഇതാണ് പാകിസ്ഥാന് പ്രതിരോധ മന്ത്രി നൽകുന്ന മുന്നറിയിപ്പ്. 1965-ൽ ലാഹോറിലെത്താനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷി എന്താണ് എന്നത് പാകിസ്ഥാൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നത് പ്രതിരോധ മന്ത്രി സൂചിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ കറാച്ചിയിലെത്താനുള്ള ഒരു പാത എന്നത് പറയുന്നത് സർക്രീക്കിലൂടെയാണ് എന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ എന്നും പ്രതിരോധ മന്ത്രി ചോദിക്കുമ്പോൾ, അവിടെ ഏതെങ്കിലും തരത്തിൽ സാഹസത്തിന് മുതിർന്നാൽ അതിനുള്ള തിരിച്ചടി ഭീകരമായിരിക്കും എന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകുന്നത്. അത് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു തർക്ക വിഷയമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഈ സർക്രീക്ക് എന്ന് പറയുന്നത്. ആ മേഖലയിലാണ് പാക് സൈന്യം ഇപ്പോൾ അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കം നടത്തുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യ രംഗത്ത് വരുന്നത്. അത് പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റുന്ന തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും എന്ന ഭീഷണി എന്ന തരത്തിൽ തന്നെ പറയാൻ പറ്റുന്ന മുന്നറിയിപ്പ് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കണം, എന്താണ് ഈ സർക്രീക്ക് മേഖല, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് പരിശോധിച്ചാൽ മാത്രമേ ഈ തർക്കം എന്താണെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇന്ത്യക്ക് നൽകേണ്ടി വരുന്നത് എന്നതും നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇന്ത്യയിലെ ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ചതുപ്പ് മേഖലയാണ്. ഏതാണ്ട് 96 കിലോമീറ്റർ നീളമുള്ള ഒരു അരുവി ആണ്, ജലപാതയാണ് ഈ സർക്രീക്ക് എന്ന് പറയുന്ന ഇടം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്ക പ്രദേശമാണ്. ഇന്ത്യയിലെ കച്ച് മേഖലയെയും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയെയും ഈ ജലപാത വേർതിരിക്കുന്ന ഇടമാണ്. നമുക്ക് ആ മാപ്പിൽ കാണാം. ഗുജറാത്തിന്റെ ആ ഭാഗത്തെയും പാകിസ്ഥാനിലെ സിന്ധ് ഭാഗത്തെയും വേർതിരിക്കുന്ന ജലപാത, ആ 96 കിലോമീറ്റർ വരുന്ന ഇടമാണ് ഈ തർക്ക പ്രദേശം.
ആദ്യം ഇത് ബാൻഗംഗ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷമാണ് ഇതിൻ്റെ പേര് സർ ക്രീക്ക് എന്ന മാറുന്നത്. അതിലിടപെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേര് കൂടി ചേർത്ത് പിന്നീട് ആ നിലയിലേക്ക് മാറുകയായിരുന്നു. അപ്പോൾ എന്താണ് പ്രധാന തർക്കം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് എന്നത് നോക്കിയാൽ, സ്വാതന്ത്ര്യത്തിന് മുൻപ് ഈ പ്രവിശ്യ മേഖല എന്ന് പറയുന്നത് ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. 1908 കച്ച് ഭരണാധികാരിയും സിന്ധ് സർക്കാരും തമ്മിൽ അരുവിയുടെ പ്രദേശത്ത് നിന്ന് ഈ വിറക് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ തുടങ്ങിയ തർക്കമാണ്. അപ്പോൾ അന്ന് മുതൽ ഉടലെടുത്ത തർക്കമാണ്. കച്ച് ഇന്ത്യയുടെ ഭാഗമായപ്പോൾ 1947 വിഭജനത്തിന് ശേഷം സിന്ധ് പാകിസ്ഥാനിലേക്ക് പോയി. കച്ച് റാവുവും സിന്ധ് പ്രവിശ്യ സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച 1914 ബോംബെ ഗവൺമെന്റ് പ്രമേയം അനുസരിച്ച് അരുവി മുഴുവൻ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. ഇതനുസരിച്ച് അരുവിയിലെ കിഴക്കൻ വശമായിരുന്നു അതിർത്തി രേഖ. അതായത് ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന ഭാഗമാണ് ഇതിന്റെ അതിര് എന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു. എന്നാൽ ഇത് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. അതാണ് ഈ തർക്കത്തിന്റെ പ്രധാന കാരണം. 1925 വരച്ച മറ്റൊരു ഭൂപടമാണ് ഇന്ത്യയുടെ അവകാശവാദം. അതനുസരിച്ച് അതിർത്തി എന്ന പറയുന്നത് മധ്യരേഖയിലാണ്. അതായത് ഈ ക്രീക്കിന്റെ മധ്യഭാഗമാണ് ഇന്ത്യ അതിർത്തിയായി കാണുന്നത്. അത് അന്താരാഷ്ട്ര തലത്തിൽ ഈ രണ്ട് രാഷ്ട്രങ്ങളുടെ അതിർത്തി എന്ന് പറയുന്നത് ഒരു ജലപാതയാണെങ്കിൽ അതിൻ്റെ മധ്യഭാഗമാണ് അതിർത്തിയായി നിശ്ചയിക്കപ്പെടുന്നത്. അത് തൽവഗ് തത്വം എന്നാണ് അതറിയപ്പെടുന്നത്. ആ തത്വം അനുസരിച്ച് അതാണ് അതിര് എന്നതാണ് ഇന്ത്യയുടെ വാദം. പക്ഷേ ആ വാദം പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. ഇന്ത്യൻ അതിർത്തിയോട് ചേരുന്ന ഭാഗം വരെയും തങ്ങളുടെ കൈവശമാണ് എന്ന അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിക്കുന്നു എന്നതാണ് ഇവിടുത്തെ തർക്കവിഷയം. അപ്പോൾ സഞ്ചാരയോഗ്യമായ ചാനലുകൾക്ക് മാത്രമേ ഈ തത്വം ബാധകമാകൂ എന്നൊരു വാദമാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ ഇത് ഉയർന്ന വേലിയേറ്റ സമയത്തൊക്കെ സർ ക്രീക്ക് സഞ്ചാരയോഗ്യമായ ജലപാതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വാദത്തിനാണ് മുൻതൂക്കം എന്നത് ഇന്ത്യ അവകാശപ്പെടുന്നു. അങ്ങനെ ഒരു തർക്കഭൂമിയായി തുടരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം 78 വർഷം പൂർത്തിയാകുമ്പോഴും ആ തർക്കം അതുപോലെ നിലനിൽക്കുകയാണ്. പല ചർച്ചകൾ ഇതിൻ്റെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പ്രശ്നപരിഹാരം അകലുന്നത് എന്ന് നോക്കിയാൽ ആ മേഖലയുടെ ഒരു പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്നത് നമുക്ക് ആ മാപ്പിൽ നിന്ന് തന്നെ അത് മനസ്സിലാകും. 1965 യുദ്ധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും റാൻ ഓഫ് കച്ചിൽ ഏറ്റുമുട്ടിയിരുന്നു. ആ സാഹചര്യം ഒക്കെ നമ്മുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ടതാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം കൂടിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന സ്രോതസ്സുകൾ ഉള്ള ഇടം എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. മാത്രവുമല്ല, കടലിനടിയിൽ എണ്ണ പ്രകൃതിവാതക ശേഖരം വലിയ തോതിലുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന മേഖല കൂടിയാണ്. ആ നിലയിൽ കൂടി ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ പ്രദേശം അങ്ങനെ പാരിസ്ഥിതികമായി പ്രത്യേകതകളുള്ള പ്രദേശമാണ്. അതിനൊപ്പം തന്നെ ഈ എണ്ണ പ്രകൃതിവാതക നിക്ഷേപം ഉള്ള ഇടമാണ്. പക്ഷേ അതൊന്നും ഇതുവരെ പര്യവേഷണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താം എന്ന പ്രതീക്ഷകൾ ആ പ്രദേശത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അത് ഈ മേഖലയുടെ പ്രാധാന്യം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1965 യുദ്ധത്തിന് ശേഷം അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഹാരോൾഡ് വിൽസൺ ഇടപെട്ട് തർക്കം പരിഹരിക്കാനായി ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് 1999 സർ ക്രീക്ക് പ്രദേശത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്ന പാകിസ്ഥാൻ നാവികസേനയുടെ നിരീക്ഷണ വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു. അത് വലിയ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. 2005 2007 ഇടയിൽ പ്രദേശത്ത് സംയുക്ത സർവേകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നത്തിൽ ഒരു എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് സാഹചര്യം. അവിടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വലിയ പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കം നടക്കുന്നത്. അവിടെയാണ് വലിയ ശക്തമായ മുന്നറിയിപ്പുമായി രാജ്നാഥ് സിംഗ് രംഗത്ത് വരുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. ഈ മേഖലയിൽ പാകിസ്ഥാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നു എന്നതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ
സൈനിക വിന്യാസം എന്നത് നമുക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിന് മുന്നോടിയായി നടക്കുന്നതാണ്. സൈനികമായിട്ട് അവിടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ കനത്ത ഭാഷയിൽ ശക്തമായ മുന്നറിയിപ്പുമായി അതിനെതിരെ രംഗത്ത് വരുന്നത്. ഈ ഇന്ത്യ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായപ്പോഴെല്ലാം പാകിസ്ഥാൻ അത് അവഗണിക്കുകയും പ്രകോപനം തുടരുകയും ചെയ്ത സാഹചര്യമാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സർക്രീക്ക് വഴി കറാച്ചിയിലേക്ക് പോകാമെന്നും രാജ്നാഥ് സിംഗ് ഒരു ഭീഷണി മുഴക്കുന്ന സാഹചര്യം നമ്മൾ കാണണം. 1965 ഇന്ത്യൻ സൈന്യം കറാച്ചിയിലേക്ക് എത്തിയിരുന്നു. 2025 അവിടെ എത്താൻ പ്രയാസമൊന്നും ഉണ്ടാകില്ല എന്ന കാര്യം കൂടിയാണ് രാജ്നാഥ് സിംഗ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ, അതിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ശക്തികൾ എവിടെ ഒളിച്ചിരുന്നാലും അവരെ ഇല്ലാതാക്കുമെന്ന് ഇന്ത്യൻ സൈന്യം തെളിയിച്ചതാണ് എന്നത് രാജ്നാഥ് സിംഗ് ഒന്നുകൂടി പാകിസ്ഥാനെ ഓർമ്മിപ്പിക്കുകയാണ്. ലേ മുതൽ കച്ച് വരെയുള്ള മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം നമ്മൾ കണ്ടതാണ്. അതിനെയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആ കാര്യങ്ങൾ കൂടി രാജ്നാഥ് സിംഗ് പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ അയച്ച ആയുധങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കിയപ്പോൾ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന സാഹചര്യം കൂടി ഇവിടെ മുന്നിലുണ്ട്. ഈ അവസ്ഥയൊക്കെ ഇതുപോലെ നിലനിൽക്കുമ്പോഴാണ് മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ സർക്രീക്കിൽ പുതിയ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവിടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവിടെയാണ് ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യ വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂടുതൽ പ്രകോപനത്തിന് മുതിർന്നാൽ അത് പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിക്കളയും എന്ന മുന്നറിയിപ്പ് ഇന്ത്യ നൽകുന്നത്. ഒരു കാര്യം കൂടി പ്രതിരോധ മന്ത്രി പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് അത് ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണ് എന്നത് പാകിസ്ഥാൻ ഓർക്കണം. അത് ഭീകരർക്കെതിരായ ആക്രമണമായിരുന്നു. അതിന് അങ്ങനെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ അതല്ല ഉണ്ടാകുന്നത് എന്ന മുന്നറിയിപ്പ് കൂടിയാണ് പ്രതിരോധ മന്ത്രി നൽകുന്നത്. പാകിസ്ഥാന്റെ ഭൂപ്രദേശം തന്നെ ആ രീതിയിൽ മാറും എന്ന മുന്നറിയിപ്പിലൂടെ അതാണ് ഇന്ത്യ അത് ലക്ഷ്യം വെക്കുന്നത്. കാരണം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മറ്റോ നടത്തിയ പോലെയുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള തിരിച്ചടി ആയിരിക്കില്ല പാകിസ്ഥാന് ഏതെങ്കിലും തരത്തിൽ ഈ പ്രകോപനം തുടർന്നാൽ ഇന്ത്യ നൽകുക എന്ന ശക്തമായ മുന്നറിയിപ്പാണ്. പാകിസ്ഥാൻ പല വിധത്തിൽ ഇപ്പോൾ അസ്വസ്ഥമായി നിൽക്കുകയാണ് ആഭ്യന്തര പ്രശ്നങ്ങളാൽ. ആ സമയത്ത് പോലും അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ ശക്തമായ മുന്നറിയിപ്പ് പാകിസ്ഥാന് മേൽ വരുന്നത്. എന്തായാലും ഈ വിഷയം ഇനിയും വികസിക്കും എന്നതാണ് കരുതുന്നത്. അതിർത്തിയിൽ പാക് പ്രകോപനങ്ങൾ തുടർന്നാൽ ഇന്ത്യ അതിനെ ശക്തമായി ചെറുക്കും. ഇതാണ് എന്തായാലും പാകിസ്ഥാൻ ആ മേഖല ലക്ഷ്യമിടുന്നതിനുള്ള പ്രധാന കാരണം. വർഷങ്ങളായി തുടരുന്ന തർക്കമാണ്. അത് അതിന്റെ മറ്റൊരു തലത്തിലേക്ക് കൂടി എത്തുന്നു എന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രകോപനമായാലും ഇന്ത്യ നൽകുന്ന മറുപടി ആയാലും നൽകുന്നത്.